നമസ്കാരം. മംഗലാപുരത്ത് ആഡംബര വില്ലയിൽ കവർച്ച നടത്തിയ കേസിലെ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവ് സ്പൈഡർ സതീഷ് എന്ന കാര്യസട്ടി ബാബുവിനെ ആന്ധ്രയിലെത്തി പോലീസ് പിടികൂടി. 36-കാരനെ പിടികൂടിയത് അതിസാഹസികമായിരുന്നു. യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെയുള്ള മോഷണം പോലീസിന് തുടർക്കഥയായി മാറിയിരുന്നു. എന്നാൽ CCTV ദൃശ്യങ്ങൾ ഒടുവിൽ തുണയ്ക്കുകയായിരുന്നു. മാത്രമല്ല, ശാസ്ത്രീയ തെളിവുകളും ലഭിച്ചു. ഇതിന്റെ ഒരു അന്വേഷണം തുടർച്ചയായി പോലീസ് നടത്തിക്കൊണ്ടേയിരുന്നു. അതിനിടയ്ക്ക് പ്രതി കുടുങ്ങുകയും ചെയ്തു. കഴിഞ്ഞ ജൂൺ 5-നാണ് സംഭവം നടക്കുന്നത്. മംഗലാപുരം നെല്ലിമൂടിലെ ഐക്ലാൻഡ് ഹോംസിന്റെ അണ്ടർ ദ ബ്ലൂ വില്ല പ്രൊജക്റ്റിലെ വില്ലയിൽ വൻ കവർച്ച നടക്കുകയായിരുന്നു. കൊല്ലം സ്വദേശി ഷിജിയുടെ C12 നമ്പർ വില്ലയിൽ നിന്നാണ് 38 പവനോളം സ്വർണം മോഷണം പോയത്. നാട്ടിലായിരുന്ന ഇവർ 5-ാം തീയതി മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണം നടന്ന കാര്യം അറിഞ്ഞത്. തുടർന്ന് മംഗലാപുരം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. 17 ദിവസം നീണ്ട സാഹസിക ദൗത്യത്തിനൊടുവിലാണ് പ്രതി പിന്നീട് പിടിയിലായത്. പരിശോധിച്ചത് 200-ലധികം ക്യാമറകളാണ്. ആറ്റിങ്ങൽ DYSPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. തൊപ്പിയും മാസ്കും ധരിച്ച് നടക്കുന്നതിനാൽ ആദ്യം തന്നെ ഒരു സൂചനയും ലഭിച്ചിരുന്നില്ല. മാത്രമല്ല, CCTVകളിൽ നിന്ന് പ്രതിയെ തിരിച്ചറിയാനും കഴിഞ്ഞില്ല. തുടർന്ന് വിവിധ സ്ഥലങ്ങളിലെ ക്യാമറകൾ പരിശോധിച്ചപ്പോൾ പ്രതിയെന്ന് കരുതുന്നയാൾ ബസ്സിൽ കയറിപ്പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഈ ദൃശ്യങ്ങളെ കേന്ദ്രീകരിച്ച് പിന്നീട് അന്വേഷണം നടത്തി. ഈ ഒരു അന്വേഷണം തമിഴ്നാട്ടിലെ ചെന്നൈ, കാഞ്ചീപുരം, ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി, കൊപ്പം, വിശാഖപട്ടണം, വിജയനഗരം, കടുപ്പ എന്നിവിടങ്ങളിൽ നടത്തി. 17 ദിവസം തുടർച്ചയായ തിരച്ചിൽ. സാഹസികമായ അന്വേഷണത്തിനൊടുവിൽ ആന്ധ്രയിലെ കടപ്പയിൽ നിന്ന് സതീഷിനെ അങ്ങനെ പിടികൂടി. 70-ലധികം കവർച്ച കേസുകളിൽ പ്രതിയാണ് ഇയാൾ. കർണാടക, ആന്ധ്ര, തെലങ്കാന, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നെല്ലാം പ്രതി മോഷണം നടത്തിയിരുന്നു. മോഷണ മുതലുകൾ പൂർണ്ണമായി കണ്ടെത്തിയതായി തിരുവനന്തപുരം റൂറൽ SP കിരൺ നാരായണൻ പറഞ്ഞു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്തു. മന്ത്രിയുടെ വീട്ടിൽ നിന്ന് കവർന്നത് 7 കിലോ സ്വർണമാണ്. ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു പ്രതി. ആന്ധ്രയിലെ മന്ത്രിയുടെ വീട്ടിൽ നിന്ന് 7 കിലോ സ്വർണം കവർച്ച ചെയ്ത കേസിലെ മുഖ്യപ്രതിയാണ്. കാഞ്ചീപുരത്ത് ജ്വല്ലറി ഉടമയുടെ വീട്ടിൽ നിന്ന് 1.5 കിലോ സ്വർണവും കവർച്ച ചെയ്തു. ഈ കേസിൽ മെയ്യിലാണ് ജാമ്യത്തിലിറങ്ങിയത്. മോഷണമെല്ലാം നടത്തിക്കിട്ടുന്ന പണം കൊണ്ട് സുഖജീവിതം നയിച്ചു വരികയായിരുന്നു പ്രതി. വിശാഖപട്ടണം, ബാംഗ്ലൂർ, കടപ്പ എന്നിവിടങ്ങളിൽ 4 ആഡംബര ഫ്ളാറ്റുകൾ പ്രതിക്കുണ്ട്. മോഷ്ടിക്കുന്ന സ്വർണം ആന്ധ്രയിലും ബംഗളൂരുവിലുമുള്ള സ്വർണ്ണ വ്യാപാരികൾക്ക് വിൽക്കുമായിരുന്നു. യൂട്യൂബിൽ വരുന്ന ആഡംബര വില്ലകളുടെയും കെട്ടിടങ്ങളുടെയും പരസ്യങ്ങൾ കണ്ട് വ്യക്തമായി പഠിച്ച ശേഷം മോഷണം നടത്തുകയായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് കവർച്ച നടത്തി തിരികെ മടങ്ങുമായിരുന്നു. എത്ര ഉയർന്ന ചുമരുകളും നിഷ്പ്രയാസം കീഴടക്കുമായിരുന്നു ഇയാൾ. എന്തായാലും 17 ദിവസത്തെ കഠിനാധ്വാനം തന്നെയാണ് പ്രതിയെ പിടികൂടാനായത്. പല കേസുകളിൽ നിന്നും ഇയാൾ തന്ത്രപരമായി രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് കടുപ്പയിലെത്തിയത്. ഇവിടെ നിന്നാണ് പ്രതിയെ പോലീസ് പൊക്കിയത്.